യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. അബ്രഹാമിൻ ദൈവം ഏലിയാവിൻ ദൈവം ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. ഈ പാപിയാകും എന്നെയുമേ തേടി വന്ന സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. ഗോൽഗോഥാവിൻ മുകളിൽ സർവ്വലോക പാപ പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. ഗോൽഗോഥാവിൻ മുകളിൽ സർവ്വലോക പാപ പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. പരിഹാരമായി തൂങ്ങി മരിച്ചുയർത്തോരു സ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. മശിഹയായി വന്നു മരണത്തെ ജയിച്ചു മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹസ്നേഹം. മശിഹയായി വന്നു മരണത്തെ ജയിച്ചു മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹസ്നേഹം. മനുഷ്യരെ മുറ്റും മാറ്റും ആ മഹസ്നേഹം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. യേശുവിൻ സ്നേഹം ആ മഹസ്നേഹം ആഹാദോർക്കുമ്പോൾ എന്തോരാനന്ദം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്ഷാമം 41 അധ്യായം 54 വാക്യം വായിച്ചു കേൾക്കാം. യോസേഫ് പറഞ്ഞതുപോലെ ക്ഷാമമുള്ള 7 സംവത്സരം തുടങ്ങി. സകല ദേശങ്ങളിലും ക്ഷാമമുണ്ടായി. എന്നാൽ മിസ്രയീം ദേശത്തെല്ലായിടവും ആഹാരമുണ്ടായിരുന്നു. പിന്നെ മിസ്രയീം ദേശത്തെല്ലായിടവും ക്ഷാമമുണ്ടായപ്പോൾ ജനങ്ങൾ ആഹാരത്തിനായി ഫറവോനോട് നിലവിളിച്ചു. ക്ഷാമം വന്നപ്പോൾ ജനങ്ങൾ രാജാവിനോട് നിലവിളിച്ചു, അയ്യോ, ഞങ്ങൾ ക്ഷാമം മൂലം ചത്തുപോകുന്നല്ലോ, ഞങ്ങൾ കൂട്ടമായി ചത്തൊടുങ്ങുന്നല്ലോ. ജനം നിലവിളിച്ചു, കർത്താവേ, ഞങ്ങൾക്ക് ആത്മീയമായ ക്ഷാമം വന്നിരിക്കുന്നു. നാഥ, എനിക്ക് ആത്മീയമായ ക്ഷാമം വന്നിരിക്കുന്നു. എൻ്റെ ആത്മാവിന് കേട് വന്നിരിക്കുന്നു. ഇന്ന് ഞാൻ മരിച്ചാൽ ദൈവരാജ്യത്തിൽ ചെല്ലുമെന്നൊരു ഉറപ്പെനിക്കില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ പാപമുണ്ടല്ലോ. സ്നേഹിതരെ, നിങ്ങൾ കണ്ടുപിടിക്കുക, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ബുദ്ധിയുള്ളവരാണല്ലോ, നിങ്ങൾക്ക് ചിന്താശക്തിയുണ്ടല്ലോ, നിങ്ങൾക്ക് ഇച്ഛാശക്തിയുണ്ടല്ലോ, നിങ്ങൾക്ക് ആലോചനാശക്തിയുണ്ടല്ലോ. നിങ്ങൾ ചിന്തിക്കൂ, ഇന്നത്തെ സ്ഥിതിയിലാണ് എങ്കിൽ, ഇന്നത്തെ പാപം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ നിങ്ങൾ ക്ഷാമത്തിലല്ലയോ, നിങ്ങൾ ദൈവരാജ്യത്തിൽ ചെല്ലുകയില്ലല്ലോ. നിങ്ങൾ ഇന്നത്തെ സ്ഥിതിയിൽ കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ എത്തുകയില്ലല്ലോ. ഒരുത്തൻ പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല എന്ന് കരുണയുള്ള കർത്താവ് പറഞ്ഞു. പുതുതായി ജനിച്ചുവോ? പഴയ മനുഷ്യൻ തന്നെയല്ലയോ ഇന്ന്? പഴയ കോപം തന്നെയല്ലയോ ഇന്ന്? പഴയ മദ്യപാനശീലം ഇന്നും വിട്ടിട്ടില്ലല്ലോ. പഴയ വഴക്കും പിണക്കവും മാറിയില്ലല്ലോ. പഴയ കലഹം മാറിയില്ലല്ലോ. പഴയ ദ്രവ്യാഗ്രഹം മാറിയില്ലല്ലോ. പഴയ സ്വാർത്ഥത മാറിയില്ലല്ലോ.
പഴയ വീട്ടിലെ അമ്മായിയമ്മ പോലും മാറിയില്ലല്ലോ, പഴയ വീട്ടിലെ സഹോദരന്മാർ തമ്മിലുള്ള ഇഷ്ടക്കേടും മുഷിച്ചിലും മാറിയില്ലല്ലോ. ഇന്ന് പുറമേ ചിരിക്കുന്നുണ്ട്, പുറമേ വർത്തമാനം പറയുന്നുണ്ട്, പക്ഷേ ഉള്ളിൽ പാരുഷ്യമുണ്ടല്ലോ, ഉള്ളിൽ കയ്പുണ്ടല്ലോ, ഉള്ളിൽ നീരസമുണ്ടല്ലോ. ഇന്ന് ഹൃദയത്തിൽ സ്വസ്ഥതയില്ലല്ലോ. സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ സ്ഥിതിയിൽ നീ കടന്നുപോയാൽ ദൈവരാജ്യത്തിൽ ചെല്ലുകയില്ല. നീ കൊടിയ ക്ഷാമത്തിലാണ്, ആത്മീയമായ ക്ഷാമത്തിലാണ്, ആത്മീയമായ വറുതിയിലാണ്. ആത്മീയമായ വറുതിയിൽ കഴിയുന്നതുകൊണ്ട് നീ കരയേണ്ടിയിരിക്കുന്നു. ദൈവസന്നിധിയിൽ നിന്ന് നീ കരഞ്ഞ് നിലവിളിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് നീ കരയുക. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം എടുക്കുമ്പോൾ അവിടെ കാണാം 18-ാം വാക്യം മുതൽ. അവരുടെ ഹൃദയം കർത്താവിനോട് നിലവിളിച്ചു. സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. സിയോൻ പുത്രിയുടെ മതിലെ രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്, നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്. നിന്റെ കൺമണി വിശ്രമിക്കുകയും അരുത്, നിന്റെ കൺമണി വിശ്രമിക്കുകയും അരുത്. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുക. രാത്രിയിൽ യാമാരംഭത്തിങ്കൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. നിന്റെ ഹൃദയം ഒഴുകട്ടെ, നിന്റെ ഹൃദയം തകരട്ടെ, നിന്റെ ഹൃദയം ആർദ്രതയാൽ ഒഴുകട്ടെ, ഉള്ളു തകർന്ന് പൊടിഞ്ഞ് കരയട്ടെ. നിന്റെ ഹൃദയം വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശന്ന് തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങൾ, സഭകൾ തളർന്നു കിടക്കുന്നു, സമുദായങ്ങൾ തളർന്നു കിടക്കുന്നു, അനേകർ ആത്മീയമായി തകർന്നു കിടക്കുന്നു, അനേകർ സ്വസ്ഥതയില്ലാതെ അഴലുന്നു, അനേക കുടുംബങ്ങളിൽ സമാധാനമില്ല, അനേക യുവാക്കന്മാർ നാശത്തിലേക്ക് പോകുന്നു. ചെറുപ്രായത്തിൽ തന്നെ മദ്യപാനം ശീലിച്ചു കഴിഞ്ഞിരിക്കുന്നു, ചെറുപ്രായത്തിൽ തന്നെ കഞ്ചാവിൻ്റെ അടിമകളായി തീർന്നിരിക്കുന്നു, ചെറുപ്രായത്തിൽ തന്നെ ഡ്രഗ്സിൻ്റെ അടിമകളായി കഴിഞ്ഞിരിക്കുന്നു, ചെറുപ്രായത്തിൽ തന്നെ പാൻപരാഗും ഹാൻസ് ഉപയോഗിച്ച് കിറങ്ങി നടക്കുന്നു. അനേകം ചെറുപ്പക്കാർ നശിക്കുന്നു. ചെറുപ്പക്കാർ മാത്രമല്ല, അനേകം പ്രായമായവരും ഇന്ന് അശുദ്ധ ശീലങ്ങൾക്ക് അടിമകളായി തീർന്നിരിക്കുന്നു. കുടുംബങ്ങൾ തകരുന്നു, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, ആത്മഹത്യകൾ പെരുകുന്നു, സമാധാനമില്ല, കടം പെരുകുന്നു, കിട്ടുന്നതെല്ലാം കുടിച്ച് മുടിക്കുന്നു, കിട്ടുന്നതെല്ലാം അബ്കാരികൾക്ക് കൊടുത്ത് നശിക്കുന്നു. സഹോദരങ്ങളെ, സമ്പാദിക്കുന്നതെല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, കയ്യിലൊന്നും തങ്ങുന്നില്ല. ഉണ്ടാക്കുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ട്, കൈ ചോർന്നു പോകുന്നു. എല്ലാം മദ്യഷാപ്പുകളിൽ ചോർന്നു പോകുന്നു, ബാർ ഹോട്ടലുകളിൽ ചോർന്നു പോകുന്നു, വേശ്യാലയങ്ങളിൽ ചോർന്നു പോകുന്നു. സഹോദരങ്ങളെ, നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ പറയുന്ന വാക്കുകളുടെ മൂർച്ച നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങൾ ചിന്തിക്കൂ. അനേകരും തളർന്നു കിടക്കുകയാണ്, അനേകരും ക്ഷാമബാധിതരാണ്, ക്ഷാമത്തിൽ വലയുകയാണ്, തലമുറ നശിക്കുകയാണ്. അനന്തര തലമുറയെക്കുറിച്ച് ഇന്ന് വേവലാതിപ്പെട്ട് കരയേണ്ടിയിരിക്കുന്നു. ഭാവികാല തലമുറ ഇന്ന് നാശോന്മുഖമായ ക്ഷയോന്മുഖമായ പദ്ധതികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് വളരെ വളരെ ഹീനമായ ജീവിത മാതൃകകൾ പലരും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രീ മാരിറ്റൽ സെക്സ്, എക്സ്ട്രാ മാരിറ്റൽ സെക്സ് ഇന്നത്തെ സമൂഹത്തിൻ്റെ വലിയ കെടുതിയായി മാറിയിരിക്കുന്നു. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതുപോലല്ല ഇന്ന്. പ്രീ മാരിറ്റൽ സെക്സ്, വിവാഹത്തിന് മുൻപുള്ള പ്രേമബന്ധങ്ങൾ, വിവാഹത്തിന് മുൻപുള്ള ലൈംഗിക ബന്ധങ്ങൾ. പ്രീ മാരിറ്റൽ സെക്സ്, എക്സ്ട്രാ മാരിറ്റൽ സെക്സ്, വിവാഹം കഴിഞ്ഞിട്ട് ഇതരരോട്, സ്വന്തം ഭാര്യയല്ലാതെ വേറെ സ്ത്രീയോട്, സ്വന്തം ഭർത്താവല്ലാതെ വേറെ പുരുഷനോട്. എക്സ്ട്രാ മാരിറ്റൽ സെക്സ്. സെക്സ് ഈസ് എ ബ്ലെസ്സിങ്, ഐ മസ്റ്റ് സേ. ദൈവത്തിന് സ്തോത്രം. സെക്സ് ഒരു ബ്ലെസ്സിങ് ആണ്. ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ കേഴ്സ്. അല്ല, അതൊരു ശാപമല്ല. സെക്സ് നല്ലതാണ്. ആരോഗ്യമുള്ള ഏതൊരു പുരുഷനും ഏതൊരു സ്ത്രീക്കും സെക്സ് നല്ലത് തന്നെ, അനുഗ്രഹം തന്നെ. പക്ഷേ അത് വേണ്ടാതനത്തിൽ ഉപയോഗിക്കരുത്. സ്വന്തം ഭാര്യയോട്, സ്വന്തം ഭർത്താവിനോടല്ലാതെ നിങ്ങളുടെ സെക്സ് മാറിപ്പോകരുത്. അങ്ങനെ വന്നാൽ ക്ഷാമം വരും, മക്കൾക്ക് ക്ഷാമം വരും, മക്കൾ മുടിയും, മക്കൾ നശിക്കും. നിങ്ങൾ ജീവിക്കുന്നത് പോലെ നിങ്ങൾ മക്കൾ ജീവിച്ചാൽ മതിയോ? നിങ്ങൾ ജീവിച്ചതുപോലെ നിങ്ങളുടെ മക്കൾ ജീവിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമാണോ? നിങ്ങൾ മദ്യവെച്ച് ലക്കിട്ട് നടക്കുന്നവർ നിങ്ങളുടെ മക്കൾ നശിച്ചു പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ചിന്തിച്ചാൽ നിങ്ങൾ തിരിയും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നിങ്ങൾക്ക് ചിന്താശക്തി ഉണ്ടല്ലോ, ചിന്തിക്കാൻ ബുദ്ധിയുണ്ടല്ലോ, നിങ്ങൾ വിവേകമുള്ളവരാണല്ലോ. ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ജീവിച്ചതുപോലെ നിങ്ങളുടെ മക്കൾ ജീവിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമാണോ? ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാവരെയും ഞാൻ കാടടച്ച് പറയുകയല്ല, എല്ലാവരെയും മൊത്തമായി പറയുകയല്ല. ചിലരെങ്കിലും ഈ വാക്കുകൾ അവരെ തൊടുന്നതുണ്ടായിരിക്കും, ചിലരെങ്കിലും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ക്ഷാമം ബാധിച്ചിരിക്കുന്നു. വീഥികളുടെ തലക്കലൊക്കെയും തളർന്നു കിടക്കുന്ന കുഞ്ഞുങ്ങൾ ആഹാരം എവിടെ ഏത് ചോദിക്കുന്നു.
ദൈവത്തിന് സ്തോത്രം. സിയോൻപുത്രിയുടെ മതിലേ, രാവും പകലും ഓലോല കണ്ണുനീരൊഴുക്കുക. നിനക്ക് തന്നെ സ്വസ്ഥത നൽകരുത്. നിന്റെ കൺമണി വിശ്രമിക്കുകയും അരുത്. രാത്രിയിൽ യാമാരംഭത്തിൽ എഴുന്നേറ്റ് നിലവിളിക്കുക. നിന്റെ ഹൃദയത്തെ വെള്ളം പോലെ കർത്തൃസന്നിധിയിൽ പകരുക. വീഥികളുടെ തലയ്ക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിന്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കലേക്ക് കൈമലർത്തുക. കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി കൈമലർത്തുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയും, രാത്രിയിൽ ഭർത്താവ് ഉറങ്ങി, കുഞ്ഞുങ്ങൾ ഉറങ്ങി, മോളെ നീ ഒരു കാര്യം ചെയ്യണം. നീ ജോലിയെല്ലാം പൂർത്തീകരിച്ച് അടുക്കളപ്പണിയെല്ലാം തീർത്തിട്ട് നീ വന്ന് നീ ആ കട്ടിലിൻ്റെ അടുക്ക് മുട്ടുമടക്കണം. എന്നിട്ട് നിൻ്റെ കൈ ഭർത്താവിന് പ്രയാസം വരാത്ത രീതിയിൽ വളരെ വളരെ സൗമ്യമായി ശാന്തമായി ഭർത്താവിൻ്റെ ദേഹത്ത് കല്ലിലോ അല്ലെങ്കിൽ തലയിലോ എവിടെയെങ്കിലും പയ്യെ തൊട്ടിട്ട് കർത്താവിനോട് പറയണം, കർത്താവേ, ഞാൻ നിൻ്റെ മകളല്ലേ, എൻ്റെ ഭർത്താവിനെ നീ രക്ഷിക്കണം. എൻ്റെ ഭർത്താവിനെ ഈ ദുശ്ശീലത്തിൽ നിന്ന് വിടുവിക്കണം. എൻ്റെ കർത്താവേ, നീ എൻ്റെ ഭർത്താവിനെ നിനക്കായി നീ നേടണം. കുഞ്ഞിൻ്റെ മേൽ കൈ വയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. കുഞ്ഞിൻ്റെ മേൽ കൈ വയ്ക്കണം. കർത്താവേ, എൻ്റെ കുഞ്ഞിന് നല്ല സ്വഭാവം നൽകണമേ. എൻ്റെ കുഞ്ഞിന് നല്ല വിദ്യാഭ്യാസം നൽകണമേ. എൻ്റെ കുഞ്ഞിന് നല്ല സ്വഭാവം നൽകണമേ. എൻ്റെ കുഞ്ഞ് ഭാവിയിൽ നിൻ്റെ ഒരു ദാസനായി, നിൻ്റെ ഒരു ദാസിയായി വളർന്നു വരാൻ ഇടയാക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഉള്ളിൽ ജീവനുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങൾക്കുള്ളിൽ തീ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കും. മക്കൾക്ക് വേണ്ടി കരയേണ്ട കാലം. വീഥികളുടെ തലക്കലൊക്കെയും വിശപ്പ് കൊണ്ട് തളർന്നു കിടക്കുന്ന നിൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവരക്ഷയ്ക്കായി അവങ്കിലേക്ക് കൈമലർത്തുക. ക്ഷാമം ബാധിച്ചിരിക്കുന്നു. ദേശത്തെല്ലാം ക്ഷാമമുണ്ടായി. മിസ്രൈം ദേശത്തും ക്ഷാമമുണ്ടായി. അതാണ് നാം അവിടെ വായിച്ചത്. മിസ്രൈം ദേശത്തിലും ക്ഷാമമുണ്ടായി. 56-ാം വാക്യം. പിന്നെ മിസ്രയീം ദേശത്തെല്ലായിടവും ക്ഷാമം ഉണ്ടായപ്പോൾ ക്ഷാമം ഭൂതലത്തിലൊക്കെയും ഉണ്ടായി. യോസേഫ് പാണ്ഡികശാലകളൊക്കെയും തുറന്നു. മിസ്രയീമർക്ക് ധാന്യം വിറ്റു. ക്ഷാമം മിസ്രയീം ദേശത്തും കഠിനമായി തീർന്നു. ഭൂമിയിൽ എങ്ങും ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് സകലദേശക്കാരും ധാന്യം കൊള്ളുവാൻ മിസ്രയീമിൽ യോസേഫിൻ്റെ അടുക്കൽ വന്നു. യോസേഫിൻ്റെ ധാന്യപ്പുരയിൽ ധാന്യമുണ്ട്. എല്ലായിടത്തും ക്ഷാമം വന്നപ്പോൾ ഒരിടത്ത് മാത്രം ക്ഷാമമില്ല. യോസേഫിൻ്റെ ധാന്യപ്പുരയിൽ, യോസേഫിൻ്റെ പാണ്ഡികശാലകളിൽ ധാന്യം സംഭരിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുമോ ഞാൻ പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. സമാധാനം നിർവടിയായി വാങ്ങിക്കൊണ്ട് പോകാം. സന്തോഷ സമൃദ്ധി നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ട് പോകാം. ഞാൻ ചിന്തിക്കുകയാണ്, ഈ ക്ഷാമം ഈ സമാധാനത്തിനും സ്നേഹത്തിനും മാത്രമല്ല. വിദ്യാഭ്യാസത്തിൽ ക്ഷാമം. പഠിക്കുന്നുണ്ട്, പക്ഷേ പഠിത്തം ശരിയാകുന്നില്ല. പഠിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. ചില പിള്ളേരെങ്ങനെയാണ്, അവർ പാവം, അവർ രാത്രി 12 മണി വരെ ഇരുന്ന് വായിക്കും, അല്ല ചിലപ്പോൾ 1 മണി വരെ ഇരുന്ന് വായിക്കും. പക്ഷേ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടില്ല. അതെന്താ? എന്താ പറ്റിയത്? ക്ഷാമമാണ്. നല്ലപോലെ കഷ്ടപ്പെടുന്ന പിള്ളേരുണ്ട്, എനിക്കറിയാം. നല്ലപോലെ അധ്വാനിക്കുന്ന പിള്ളേരുണ്ട്. വല്ല കട്ടൻ കാപ്പി ഉണ്ടാക്കി അത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ട് ഉറക്കം വരാതിരുന്ന് അല്ലെങ്കിൽ എഴുന്നേറ്റ് നടന്നുകൊണ്ട് രാത്രി വായിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ അത് തലയിലിരിക്കുന്നില്ല. ഒരു കുട്ടിയുണ്ടായിരുന്നു, കൊച്ചുകുട്ടി. അവന് സംസാരിക്കുമ്പോൾ കൊഞ്ഞപ്പ്, ശരിയായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അവൻ്റെ 16-ാമത്തെ വയസ്സിൽ വരെയും ഈ സംസാരം വളരെ മോശമായി. 16-ാമത്തെ വയസ്സിൽ ഒരു സ്പീച്ച് ടീച്ചറുടെ അടുക്കൽ ഏൽപ്പിച്ചു. ഈ നന്നായിട്ട് സംസാരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സ്പീച്ച് തെറാപ്പി സംസാരിക്കാൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറുടെ അടുത്ത് ഏൽപ്പിച്ചു. ടീച്ചർ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കുറിച്ചത് എങ്ങനെയാണ്? നോ സിംറ്റം ഓഫ് ഇമ്പ്രൂവ്മെൻറ്റ്. ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ലക്ഷണം ഒന്നും കാണാനില്ല. അല്പം പോലും പ്രതീക്ഷയില്ല. നോ ഹോപ്പ് വാട്ട്സോ എവർ. ഒരു പ്രതീക്ഷയുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കേൾക്കണമോ നിങ്ങൾക്ക്? സംസാരിക്കാൻ വയ്യാതിരുന്ന ആ കുട്ടി, ശരിയായിട്ട് മിണ്ടാൻ കഴിവില്ലാതിരുന്ന ആ കുട്ടി പിന്നീട് വളർന്നു വന്ന് 2-ാം ലോകമഹായുദ്ധത്തിൻ്റെ ചുക്കാൻ പിടിച്ച ഇംഗ്ലണ്ടിൻ്റെ വീരസേനാനികളുടെ തലവനായിരുന്ന ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ധോരണി കൊണ്ട് ബ്രിട്ടീഷ് സൈന്യത്തെ അദ്ദേഹം ഇളക്കി ഉണർത്തി. സംസാരിക്കാൻ വയ്യായിരുന്നു. 16-ാമത്തെ വയസ്സ് വരെയും സംസാരിക്കുമ്പോൾ കൊഞ്ഞപ്പുണ്ടായിരുന്ന ചെറുപ്പക്കാരൻ. എന്നാൽ ഈ വിൻസ്റ്റൺ ചർച്ചിൽ, ഈ ബാല്യക്കാരൻ, അവൻ വളർന്നു. അവൻ പരാജയപ്പെട്ടില്ല, അവൻ തളർന്നില്ല, അവൻ മുന്നേറി, അവൻ നല്ലതുപോലെ സംസാരിക്കുന്നതിനായി തീർന്നു.
അവൻ്റെ പ്രസംഗത്തിൻ്റെ എലക്വൻസ്, പ്രസംഗത്തിൻ്റെ വാക്ചാതുര്യം കൊണ്ട്, പ്രസംഗത്തിൻ്റെ ധോരണി കൊണ്ട് അവൻ ബ്രിട്ടീഷ് സൈന്യത്തെ ഉണർത്തി, അവരെ ആവേശം കൊള്ളിച്ചു. അങ്ങനെയാണ് രണ്ടാം ലോകമഹായുദ്ധം ജയിച്ചത്. ഇന്ന് തൽക്കാലം ക്ഷാമം ഉണ്ടെങ്കിലും നിങ്ങൾ തളരണ്ട. ഇന്ന് പഠിക്കാൻ ബുദ്ധിയില്ലെങ്കിലും തളരണ്ട. ഇന്ന് പഠിക്കാൻ കഴിവില്ലെങ്കിലും തളരണ്ട. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇന്ന് ക്ഷാമമാണെങ്കിൽ നിങ്ങൾ കരയണ്ട. ക്ഷാമമാണെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട. ഇന്ന് പരീക്ഷയിൽ തോറ്റെങ്കിൽ നിരാശപ്പെടേണ്ട. ഇന്ന് ബിസിനസ് പരാജയപ്പെട്ടെങ്കിൽ നിരാശപ്പെടേണ്ട. ഇന്ന് നിങ്ങൾ തളർന്നിരിക്കേണ്ട. ക്ഷാമം മാറ്റി ക്ഷേമം നൽകുന്ന രക്ഷകനായ ക്രിസ്തു ജീവിക്കുന്നു. അവൻ നിങ്ങളെ തേടി വന്നിരിക്കുന്നു. എന്നാൽ ഒരു കാര്യമുണ്ട്, ക്ഷാമം എങ്ങനെയാണ് മാറിയത്? മിസ്രയീമിൽ ക്ഷാമം മാറ്റുന്ന, ക്ഷേമം കൈവരിക്കുന്ന ഒരു യൗസേപ്പുണ്ട് എന്ന് അവിടെ കനാനിലെറിഞ്ഞു. യൗസേപ്പാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഒരു വലിയ ഭരണാധികാരി ഉണ്ടായെന്നാണ് അവരറിഞ്ഞത്. അത് യൗസേപ്പാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. യൗസേപ്പിൻ്റെ സഹോദരന്മാർ 10 പേരും യൗസേപ്പിനടുക്കൽ ധാന്യം കൊള്ളുവാനായി വന്നു. അവർ യൗസേപ്പിനെ തിരിച്ചറിഞ്ഞില്ല, പക്ഷേ യൗസേപ്പ് അവരെ തിരിച്ചറിഞ്ഞു. സ്നേഹിതരെ, നിങ്ങൾ കേൾക്കൂ. ഇന്ന് നിങ്ങൾ ക്ഷാമം മാറണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ വരുന്നെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളെ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ കാലം തിരിച്ചറിയുന്നുണ്ട്. നിങ്ങൾ ചെയ്തതൊക്കെ യേശുവിന് അറിയാം. സ്വന്തം സഹോദരനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടത്, സ്വന്തം സഹോദരൻ്റെ വസ്ത്രം പറിച്ചുരിഞ്ഞെടുത്തത്, സ്വന്തം സഹോദരൻ്റെ വസ്ത്രം സ്വന്തമാക്കിയെടുത്തത്, സഹോദരൻ്റെ വസ്ത്രത്തിൽ ഒരു ആടിനെ കൊന്ന് ചോര പുരട്ടി അപ്പനെ കൊണ്ടുപോയി കാണിച്ചത്, എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. യൗസേപ്പിനറിയാം, ഇവരാണ് എന്നെ ദ്രോഹിച്ചവർ, ഇവരാണ് എന്നെ കൊല്ലാൻ പൊട്ടങ്ങളിൽ തള്ളിയിട്ടവർ, ഇവരാണ് എന്നെ ഇസ്മായിലെ കച്ചവടക്കാർക്ക് കൊടുത്തത്, ഇവരാണ് എന്നെ ഈ ദുരിതങ്ങളിലൂടെ നയിച്ചത്. യൗസേപ്പിനറിയാം. പക്ഷേ യൗസേപ്പ് അറിഞ്ഞ ഭാവം കാണിച്ചില്ല. യൗസേപ്പ് അവരോട് സംസാരിച്ചപ്പോൾ അവർ പരസ്പരം പറയുന്നൊരു വാക്കുണ്ട്. 22-21 വാക്യം മുതൽ, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവൻ്റെ പ്രാണസങ്കടം കണ്ടാറേയും അവൻ്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നുവെന്ന് അവർ തമ്മിൽ പറഞ്ഞു. അതിന് രൂബേൻ, ബാലനോട് ദോഷം ചെയ്യരുതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ? എന്നിട്ട് നിങ്ങൾ കേട്ടില്ല. ഇപ്പോൾ ഇതാ അവൻ്റെ രക്തം നമ്മോട് ചോദിക്കുന്നുവെന്ന് അവരോട് പറഞ്ഞു. ഇപ്പോൾ ഇതാ അവൻ രക്തം നമ്മോട് ചോദിക്കുന്നു. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവർക്ക് കുറ്റബോധം വന്നു. ക്ഷാമം മാറാനുള്ള ഒരേ ഒരു പോംവഴി കുറ്റബോധം വരിക എന്നുള്ളതാണ്. കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി എണ്ണി കണ്ടുപിടിക്കുക തെറ്റുകൾ. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. ഓർമ്മ വെച്ച കാലമുള്ള ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുക. എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ എങ്ങനെയെല്ലാമാണ് ജീവിച്ചു പോകുന്നത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ ചെയ്ത് മറ്റാരും അറിഞ്ഞില്ലല്ലോ എന്നാണ് നിങ്ങൾ വിചാരിച്ചത്. ആരും അറിഞ്ഞില്ല, ശരി. പക്ഷേ സ്വർഗത്തിൽ ദൈവം അറിഞ്ഞു. ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി കഴിഞ്ഞു. അതെല്ലാം സെൽഫ് റെക്കോർഡിംഗ് ആണ്, ഓട്ടോമാറ്റിക് റെക്കോർഡിംഗ് ആണ്, അതെല്ലാം സ്പോണ്ടേനിയസ് റെക്കോർഡിംഗ് ആണ്. എല്ലാം റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം ഇനി വെളിപ്പെടുന്നൊരു ദിവസമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ ന്യായ ദിവസത്തിൽ എല്ലാം വെളിപ്പെട്ട് വരും. ആ ബാലവൃദ്ധം സകലമായ മനുഷ്യരും കൂടി നിൽക്കുന്ന മഹാബഹുജന സദസ്സിൽ എല്ലാം ഉറക്കെ വായിച്ച് കേൾപ്പിക്കും. സത്യമാണ്. വെളിപ്പാട് 20-ാം അധ്യായം 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം. എല്ലാം ഉറക്കെ വായിച്ച് കേൾപ്പിക്കും. ഓരോരുത്തരും അവരെക്കുറിച്ച് എഴുതിയിരിക്കുന്നതെല്ലാം വായിച്ച് കേൾക്കേണ്ടി വരും. എല്ലാവരും വായിച്ച് കേൾപ്പിക്കും. ആ ബാലവൃദ്ധം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബാലം മുതൽ വൃദ്ധൻ വരെ സകലരും കേൾക്കും. എല്ലാവരും ഉള്ളൊരു മഹാസദസ്സ്, ന്യായവിസ്താര രംഗം. കർത്താവായ യേശു ജീവനുള്ള ദൈവം സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ന്യായം വിധിക്കുന്ന ദിവസം. സ്നേഹിതരെ, ഇന്ന് ആരും ചോദിക്കാനില്ല. ഇന്നാരും ന്യായം ചോദിക്കാനില്ല. ഇന്നാരും പഴി പറയാനില്ല. ഇന്നാരും ചൂണ്ടിക്കാണിക്കാനില്ല. ഇന്ന് തോന്നിയതുപോലെ ജീവിക്കാം. ആരും തടസ്സം ചെയ്യാനില്ല. ആരും നിങ്ങളെ വിലക്കാനില്ല. ഇന്ന് തോന്നിയതുപോലെ ജീവിക്കാം. എന്തും ചെയ്യാം, എന്തും പറയാം. ആരെയും കുറ്റം പറയാം, ആരെയും അവമാനിക്കാം, എന്തെല്ലാം അവഹേളനങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ അറിഞ്ഞുകൊള്ളൂ, എല്ലാം വെളിപ്പെടുന്നൊരു ദിവസമുണ്ട്. ഇന്നാരും അറിഞ്ഞില്ല. മകളെ, നിൻ്റെ ജീവിതത്തിൽ വന്നു പോയ രഹസ്യമായ പാപങ്ങൾ ആരും അറിഞ്ഞില്ല. യൗവനക്കാരാ, നിൻ്റെ ജീവിതത്തിൽ വന്നു പോയ ഹീന പാപങ്ങൾ ആരും അറിഞ്ഞില്ല. പക്ഷേ സ്വർഗത്തിലെ നീ അറിഞ്ഞു. അത് മറഞ്ഞിരിക്കുന്നില്ല. നീ അറിയുക, അത് മറഞ്ഞു പോവുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ഹീനമായ പാതകങ്ങൾ സംഭവിച്ചു പോയെങ്കിലും, ഏതെല്ലാം തിന്മകൾ സംഭവിച്ചു പോയെങ്കിലും, ഏതെല്ലാം ദുഷ്ടതകൾ സംഭവിച്ചു പോയെങ്കിലും, എന്തെല്ലാം അകൃത്യങ്ങൾ വന്നു പോയെങ്കിലും, ഏതെല്ലാം ലംഘനങ്ങൾ അതിക്രമങ്ങൾ സംഭവിച്ചു പോയെങ്കിലും എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് ക്ഷമിച്ചു തരും. ഒട്ടും സംശയിക്കേണ്ട. നിങ്ങൾ ഇന്ന് ഇവിടെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കുരിശിലേക്ക് നോക്കുവീൻ. ഇപ്പോൾ നിങ്ങൾ 20 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞ യൗസേപ്പിനെ പോലെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കപ്പെട്ട കർത്താവായ യേശുവിങ്കിലേക്ക് നിങ്ങൾ നോക്കുവീൻ.
നിങ്ങൾ യേശുവിങ്കിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കുവീൻ. യേശു ക്രിസ്തു ക്രൂശിന്മേൽ 3 ആണികളിൽ തൂങ്ങി പിടയുന്നത് നിങ്ങൾ കാണുവീൻ. യേശുവിൻ്റെ തിരുവിലാവിൽ നിന്ന് രക്തം ഒഴുകുന്നത് നിങ്ങൾ നോക്കുവീൻ. യേശു ഒരു കുറ്റവും ചെയ്യാത്ത യേശു, ഒരു പാപവും ചെയ്യാത്ത യേശു, ഒരു പാപിയെപ്പോലെ, ഒരു കുറ്റവാളിയെപ്പോലെ, ഒരു കൊലയാളിയെപ്പോലെ ക്രൂശിൽ കിടന്ന് പിടയുന്നത് നിങ്ങൾ കാണുവീൻ. യേശുവിൻ്റെ തിരുമുഖത്ത് നിന്ന് രക്തം ചാലുകളായി ഒഴുകുന്നത് നിങ്ങൾ കാണുവീൻ. അവിടെ രോമങ്ങൾ പിഴുതെടുത്തിരിക്കുന്നു, കന്നത്ത് അടിയേറ്റിരിക്കുന്നു, ശിരസിൽ മുൾമുടി വെച്ച് അടിച്ചതുകൊണ്ട് ശിരസിൽ നിന്ന് രക്തം ചാലുകളായി ഒഴുകുന്നു. വിയർപ്പും രക്തം ഒഴുകിച്ചേർന്ന് ഒഴുകി അത് ശരീരത്തിലൂടെ ഒഴുകി ഇറങ്ങുന്നു. ശരീരത്തിൽ ചാട്ടവാറ കൊണ്ട് അവിടെ മുഴുവൻ പിളർന്നിരിക്കുന്നു, രക്തം തുളിച്ച് വരുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യമുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. ഇത് കേവലം പ്രസംഗവചനമല്ല, സത്യമാണ്. വാക്കുകളെ കേൾക്കുന്ന യാതൊരാൾക്കും ഏതെല്ലാം ഹീനകൃത്യങ്ങൾ ചെയ്തവരാണെങ്കിലും, ഏതെല്ലാം മ്ലേച്ഛമായ കാര്യങ്ങൾ മുഴിയവരാണെങ്കിലും, എല്ലാ പാപവും ക്ഷമിച്ചു തരുവാൻ, എല്ലാം തുടച്ചു മാറ്റുവാൻ, എല്ലാം നീക്കിത്തരുവാൻ കർത്താവായ യേശുവിൻ്റെ തിരുരക്തമുണ്ട്. നിങ്ങൾ വിശ്വസിക്കൂ. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു എന്ന് അവർ പറഞ്ഞ മാത്രയിൽ തന്നെ യേശുവിൻ്റെ സ്നേഹം അവരുടെ മേൽ പകർന്നു. യൗസേപ്പിൻ്റെ സ്നേഹം അവരുടെ മേൽ ഒഴുകി. യൗസേപ്പ് അവരെ വാത്സല്യപൂർവ്വം നോക്കി. യൗസേപ്പ് അവരെ നോക്കി കരഞ്ഞു. യൗസേപ്പ് കരച്ചിലടക്കാൻ വയ്യാതെ അകത്ത് പോയി കരഞ്ഞു. അകത്ത് പോയി യൗസേപ്പ് ഏങ്ങലടിച്ച് കരഞ്ഞു. എൻ്റെ പ്രിയ സഹോദരന്മാർ, എന്നെ ദ്രോഹിച്ചവർ, അവർക്ക് കുറ്റബോധം വന്നു തുടങ്ങിയല്ലോ. അവരുടെ കഷ്ടപ്പാട് മാറുമല്ലോ, അവരുടെ ദുരിതം മാറുമല്ലോ, അവരുടെ ക്ഷാമം മാറുമല്ലോ, അവർക്ക് ക്ഷേമം കൈവരുമല്ലോ, അവർക്ക് സന്തോഷം കൈവരുമല്ലോ, അവരുടെ ജീവിതം സൗഭാഗ്യവത്തായി തീരുമല്ലോ. നല്ലത് നല്ലത്. അവർ കുറ്റബോധം തുടങ്ങി. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത് ദ്രോഹമാകുന്നു. അവൻ നമ്മുടെ പ്രാണസങ്കടത്തോടെ കെഞ്ചിയാറേയും നാം അവൻ്റെ വേക്ഷ കേട്ടിട്ടും നാം കേൾക്കാത്തതുപോലെ നിന്നു. അവനോട് ദ്രോഹമായി നാം പ്രവർത്തിച്ചല്ലോ, അവനോട് നാം കരുണ കൂടാതെ പ്രവർത്തിച്ചല്ലോ എന്ന് പറഞ്ഞ് അവർ പരസ്പരം കുറ്റബോധത്തോടെ സംസാരിച്ചപ്പോഴേക്കും യൗസേപ്പിൻ്റെ ഉള്ള ആർദ്രമായി. സഹോദരങ്ങളെ, നാം അനുഭവിക്കുമ്പോൾ കർത്താവിൻ്റെ ഉള്ള ആർദ്രമാകും. നാം പശ്ചാത്തപിക്കുമ്പോൾ കർത്താവിൻ്റെ ഉള്ളരിയും. ദൈവം സ്നേഹമല്ലേ, ദൈവം കരുണയല്ലേ? എന്നാൽ ദൈവം നീതിമാനാണ്. നാം അനുഭവിക്കാതെ കർത്താവിനൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കർത്താവ് ദുഃഖത്തോടെ നിൽക്കുകയുള്ളൂ. കർത്താവ് സ്നേഹത്തിൻ്റെ ദുഃഖത്തോടെ എരിവരിക്കൊണ്ട് നിൽക്കുകയുള്ളൂ. നിങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ കർത്താവ് എന്തെങ്കിലും പ്രവർത്തിക്കാൻ പറ്റൂ. നിങ്ങളുടെ ഉള്ളിൽ തകർന്നാൽ മാത്രമേ, അയ്യോ വേണ്ടായിരുന്നല്ലോ കർത്താവേ, അരുതായിരുന്നല്ലോ, എനിക്ക് എന്ത് പറ്റി, പിശാചിനെ ചതിച്ചല്ലോ കർത്താവേ, സാത്താൻ്റെ വലിയ ഞാൻ കുടുങ്ങിപ്പോയല്ലോ കർത്താവേ, പിശാചിട്ട ചൂണ്ടയിൽ ഞാൻ കൊളുത്തിപ്പോയല്ലോ കർത്താവേ, ചൂണ്ടയിട്ട് എന്നെ വലിച്ചെടുക്കാൻ പിശാച് തന്ത്രപൂർവ്വം ചൂണ്ടയിട്ടപ്പോൾ ഞാൻ എത്ര ഉപദേശം കിട്ടിയിട്ട് ഞാൻ ചൂണ്ടയിൽ പിന്നെയും ഞാൻ കടിച്ചു പോയല്ലോ കർത്താവേ, അയ്യോ ഞാൻ അപകടത്തിലായിപ്പോയല്ലോ കർത്താവേ. വെള്ളത്തിൽ, പെരുവെള്ളത്തിൽ മറ്റു കൂട്ടുകാരായ മീനിൻ്റെ കൂടെയെല്ലാം നല്ല തുള്ളിക്കളിച്ച് നൃത്തം ചെയ്ത് നടന്നിരുന്ന ഞാൻ ഇപ്പോൾ ഈ വെള്ളത്തിൽ നിന്ന് പൊങ്ങി ആകാശത്തിൽ ഞാൻ പെടയുന്നല്ലോ, ഞാൻ വായുവിൽ കിടന്ന് പെടയുന്നല്ലോ. എൻ്റെ അവസ്ഥ ഭയാനകമാണല്ലോ, നരകത്തിയിൽ ഞാൻ പെടയുന്നല്ലോ. സ്നേഹിതരെ, നിങ്ങൾ വിളിക്കൂ, ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കൂ, തെറ്റുപറ്റിയതിനോർത്ത് കരയൂ, വന്നുപോയി അനർത്ഥങ്ങളോർത്ത് ദൈവസന്നിധിയിൽ കരയൂ, വന്നുപോയി അകൃത്യങ്ങളോർത്ത് കരയൂ. സിയോൻ പുത്ര മുതലേ ഓലോല കണ്ണീരൊഴുക്കുക, രാവും പകലിൻ്റെ കൺമണി വിശ്രമിക്കരുത്. ഈ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, കർത്താവേ എൻ്റെ പേരിലുള്ള പാപങ്ങളെല്ലാം മായിച്ചു തരണമേ. എൻ്റെ യേശുവേ, എൻ്റെ പേരിലുള്ള പാപങ്ങൾ നീ മായിച്ചു തരണമേ. എൻ്റെ പേരിൽ എഴുതപ്പെട്ട പാപങ്ങളെല്ലാം മായിച്ചു തരണമേ കർത്താവേ. ഇന്ന് എൻ്റെ പേരിൽ ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്ന് എല്ലാം മായിച്ച് കിട്ടിയാൽ അപ്പോൾ സ്വാഭാവികമായും എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതുമല്ലോ കർത്താവേ. ഇന്ന് ജീവൻ്റെ പുസ്തകത്തിൽ എനിക്ക് പേര് വേണം. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകം പറയുന്നു, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. വായിക്കാം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഈ പാപമോചനം പ്രാപിച്ചാൽ യേശു വീണ്ടും വരുമ്പോൾ ഈ താഴ്ചയുള്ള ശരീരം മാറും, മഹത്വമുള്ള ശരീരമായി മാറും. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ ശരീരം മാറും. സ്നേഹിതരെ, സത്യമാണിത്. ഈ ശരീരം മാറും. ഒരു പുതിയ ശരീരം ലഭിക്കും. അതൊരാത്മശരീരമായിരിക്കും.
ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ആത്മശരീരം പ്രാപിച്ചാൽ ഒരു സെക്കൻഡ് പോലും വേണ്ട, നമുക്ക് കർത്താവായ യേശുവിൻ്റെ സ്വർഗ്ഗരാജ്യത്തിൽ എവിടെയും പറന്നിയെല്ലാം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഒരു ദിവസം അതുണ്ടാകും. ഒരു ദിവസം യേശു വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ രക്തത്താൽ നിങ്ങൾ കഴുകപ്പെട്ടു. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത് ദ്രോഹമാകുന്നു. ക്ഷാമം മാറും, ക്ഷേമം കൈവരും. കുറ്റബോധം വന്നാൽ മാത്രം മതി, പാവബോധം വന്നാൽ മാത്രം മതി. പാവബോധം വന്നാൽ എല്ലാം മാറി മറയും. എല്ലാ പ്രശ്നങ്ങളും മാറും, എല്ലാ ദുരിതങ്ങളും മാറും, എല്ലാ അസ്വസ്ഥതകളും മാറും. പാപം മാറും, കേടുകൾ മാറും, ദുരിതങ്ങൾ മാറും, നരകം മാറും, പൈശാചികൻ നമ്മിൽ നിന്ന് വിട്ടുപോകും, ദുരാത്മാക്കൾ ലജ്ജിച്ചു മാറും. ദൈവത്തിന് സ്തോത്രം. യേശുക്ക് സന്തോഷിക്കും. യേശുക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഹൃദയത്തിൽ അധീശനായി വാഴും. യേശു നമ്മുടെ നാഥനായി വാഴും. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ യേശുവിനെ നിങ്ങൾക്ക് വിളിക്കാം. ഇപ്പോൾ തന്നെ യേശുവിനോട് പറയാം, കർത്താവേ, എൻ്റെ പാപങ്ങൾ ഓർക്കരുതേ. നിൻ്റെ തിരുവിലാവിൽ നൊഴിയ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. യേശുവേ, നിൻ്റെ തിരുവിലാവിൽ നൊഴിയ രക്തത്താലും നീരിനാലും എന്നെ കഴുകി ഒടിപ്പാക്കണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ. ഇന്നു മുതൽ നാഥ, ഞാൻ നിൻ്റെ വകയായിരിക്കും. എൻ്റെ നാഥ, ഇന്നു മുതൽ ഞാൻ എൻ്റെ പുതിയ സൃഷ്ടിയായിരിക്കും. ദൈവത്തോട് നിങ്ങൾ വാക്ക് പറയുമോ? ഇപ്പോൾ നിങ്ങൾ തന്നെ സമർപ്പിക്കുമോ? പാവമില്ലാത്ത ജീവിതം ഇപ്പോൾ നിങ്ങൾ ആരംഭിക്കുമോ? ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പായിരിക്കട്ടെ. ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പ്, ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യത്തെ കാൽവെപ്പ്, ആത്മീയ ജീവിതത്തിൻ്റെ 1-ാം അധ്യായം തുടങ്ങട്ടെ. യേശുവേ, ഈ നിമിഷം മുതൽ ഞാൻ പുതിയ മനുഷ്യൻ. ഇനി മദ്യം തൊടുകയില്ല, ഇനി പാവത്തിനിടം കൊടുക്കുകയില്ല, ഇനി വൈരാഗ്യം ഉണ്ടാവുകയില്ല. എന്നോട് തെറ്റ് ചെയ്തവരോട് ഞാൻ ക്ഷമിക്കും. യേശുവേ, ഞാൻ സ്നേഹത്തിൻ്റെ പര്യായമായി ജീവിക്കും. സ്നേഹത്തിൻ്റെ പ്രതിനിധിയായി ഞാൻ ജീവിക്കും. സ്നേഹത്തിൻ്റെ പ്രതീകമായി ഞാൻ ജീവിക്കും. യേശുവേ, ഞാൻ യേശുവിൻ്റെ സ്വഭാവമുള്ളവനായി ജീവിക്കും. സമർപ്പിക്കുമോ? അങ്ങനെ സമർപ്പിക്കുന്നു എങ്കിൽ, യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക എന്ന് നിങ്ങൾ നാവെടുത്ത് പറയുവീൻ. ഞാൻ പറഞ്ഞു തരാം. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. എൻ്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ ഇന്നു മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. യേശുവേ, ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു. ഞാൻ പാപത്തെ ഉപേക്ഷിക്കുന്നു. ഞാൻ പൈശാചിക ശക്തിയോട് യാത്ര പറയുന്നു. ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. എൻ്റെ യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ തന്നെ എഴുന്നള്ളി വരണമേ. എൻ്റെ യേശുവേ, എന്നോട് മനസ്സരിയണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചവരുടെ കരങ്ങൾ ഉയർത്തുവീൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഇങ്ങനെ തീരുമാനമെടുത്തവരുടെ കരങ്ങൾ ഉയർത്തുവീൻ. യേശുവിൻ്റെ കൈകളിലേക്ക് നിങ്ങളുടെ കൈകൾ വെച്ചു കൊടുക്കുവീൻ. ഉയർത്തപ്പെട്ട കൈകൾ യേശു ഒന്ന് പിടിക്കട്ടെ. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ കരങ്ങൾ വെച്ച് കൊടുത്തുകൊണ്ട് യേശുവിനോട് പറയുവീൻ, യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കുവീൻ. യേശുവിൻ്റെ ഉള്ളത്തിലേക്ക് ഇപ്പോൾ തന്നെ കടന്നു വരട്ടെ. ഇപ്പോൾ തന്നെ യേശു എഴുന്നള്ളി വരട്ടെ. നിങ്ങളുടെ പാപബന്ധനങ്ങൾ അഴിച്ചു കളയട്ടെ. പാപശാപങ്ങൾ നീക്കിക്കളയട്ടെ. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. നിങ്ങളുടെ ബാധകൾ മാറിപ്പോകട്ടെ. പൈശാചിക സൈന്യങ്ങൾ വിഭ്രമിച്ചകലട്ടെ. യേശു ക്രിസ്തു മഹത്വം എടുക്കട്ടെ. ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, ഉയർത്തപ്പെട്ട കൈകളെ തൊട്ടതിനായി സ്തോത്രം. അവിടെ നീ കരങ്ങളിൽ കയറി പിടിച്ചതിനായി സ്തോത്രം. എല്ലാവരെയും വാഴ്ത്തണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവരെയും നന്മകളാൽ അലങ്കരിക്കണമേ. കർത്താവയോട് രണ്ടാമത്തവർക്ക് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. പാവമോചനത്തിൻ്റെ സൗഖ്യം നൽകണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.